ഹായ്. നമ്മുടെ മോട്ടോയിൻ കസ്റ്റംസിൽ നോർമലി നമ്മൾ കസ്റ്റം ഓഡിയോയുടെ വീഡിയോസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ വർക്കുകൾ കഴിയുമ്പം ഡീറ്റെയിലിങ്ങിൻ്റെ ഒക്കെ കാലങ്ങളായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ അങ്ങനെ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 15 years old ടെസ്റ്റിങ് കഴിഞ്ഞ ഒരു ഓൾട്ടോ ആണിത്. അത്യാവശ്യം പെയിൻറ്റ് ജോബ് ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാനിപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളിത് ഓർക്കുന്നുണ്ടായിരിക്കും, ഇതെന്താണ് ഇങ്ങനെ കാണിച്ച് ഇട്ടേക്കുന്നത്. ഇതാണ് ബേസിക്കലി നമ്മൾ സാൻഡിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ. പണ്ടത്തെ കാലം തൊട്ടേ നമ്മളൊരു ഫ്രഷ് പെയിൻറ്റ് ചെയ്താൽ അതിൻ്റെ ഇംപെർഫെക്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് സ്മൂതനാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കൊളോക്കിയലി പറഞ്ഞാൽ ഇത് തേച്ച് പോളിഷ് ചെയ്യുക എന്ന് പറയും. അപ്പം 2000-1500 പേപ്പർ ഇട്ടിട്ടാണ്, സാൻഡ് പേപ്പർ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളിതിപ്പം ഒരു 1500 പേപ്പർ ഇട്ടിട്ട് കംപ്ലീറ്റ് തേച്ച് സാൻഡ് ചെയ്തിട്ടേക്കുകയാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്, കരടുകളുണ്ട്, എയർ ബബിൾസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്താലേ ഉള്ളൂ ഇതൊരു പെർഫെക്റ്റ് ഫിനിഷിലോട്ട്, ആ മിറർ ഫിനിഷ് എന്ന് പറയുന്നൊരു കാര്യം വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ കയ്യിലൊക്കെ സ്കിന്ന് ഉരഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പോലുള്ള ഒരു പരവരിപ്പ് കാണാം. ഈ പരവരിപ്പിന് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഓറഞ്ച് പീൽ ഇഫക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ നോർമലി ഫ്രഷ് പെയിൻറ്റുകൾ ചെയ്യുമ്പം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ഒന്ന് ലെവൽ ചെയ്താലേ ഉള്ളൂ നമുക്ക് മിറർ ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെയിൻറ്റ് നമ്മൾ സാൻഡ് ചെയ്യാത്ത ഭാഗം കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിപ്പം എൻ്റെ നിൽക്കുന്നതിൻ്റെ റിഫ്ലക്ഷൻ പോലും പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. എന്തോ ഒരു ഇമേജ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ കിടക്കുന്നത്. ഇതുപോലെയായിരുന്നു ഈ വണ്ടി നിറയെ. അപ്പം ഇതിനെ നമുക്ക് സ്മൂതൻ ചെയ്ത് പോളിഷ് ചെയ്ത് വാക്സ് ചെയ്ത് ഇതിന് ഉള്ള പ്രൊട്ടക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പം ഇതാണ് നമ്മൾ നോർമലി റീപെയിൻറ്റ് ചെയ്ത വണ്ടികളോ അല്ലെങ്കിൽ റീപെയിൻറ്റ് ചെയ്ത പോർഷൻസ് ഉള്ള വണ്ടികൾ വന്നാൽ ഇത് നമ്മൾ മാനുവലായിട്ട് ഹാൻഡ് സാൻഡിങ് ആണ്. ഇതല്ലാതെ നമ്മൾ ഈവൻനെസ് കിട്ടാൻ വേണ്ടി നമ്മൾ മെഷീനുകളിൽ നമ്മൾ സാൻഡ് ചെയ്യാറുണ്ട്. അപ്പം മെഷീനിൽ സാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കത്തില്ല, വളരെ ഫൈനായിട്ട് ഒരു സർക്കുലർ മോഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇത് കൈക്ക് ചെയ്തതാണ്. അപ്പം അങ്ങനെയും ചെയ്യാറുണ്ട്, മാനുവലായിട്ടും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ്. ഇതിൻ്റെ അടുത്ത പ്രോഗ്രസ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം എന്താണ് ബേസിക്കലി ഒരു പെയിൻറ്റ് ഫിനിഷ് നമ്മൾ ഫൈൻ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെന്നുള്ളതും കൂടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.